ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയിൽ നിന്ന് പണം തട്ടിയ സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. കോഴിക്കോട്, കണ്ണൂർ സ്വദേശികളായ മുഹമ്മദ് ഷാ, മുഹമ്മദ് ഷർജിൽ, മിർഷാദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ ലാഭം വാഗ്ദാനം ചെയ്ത് ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാരിൽ നിന്ന് 90 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. ആദ്യം SHOയുടെ പ്രതികരണം കേൾക്കാം. പ്രതികരണത്തിലേക്ക് തിരികെ വരാം. സ്നേഹമോൾ നൈനാൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്നേഹമോൾ, ജഡ്ജിയിൽ നിന്ന് ഒരു തട്ടിപ്പെന്ന് കേട്ടപ്പോൾ നമ്മളെല്ലാവരും അത്ഭുതപ്പെട്ടിരുന്നു. എങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് അന്വേഷണ സംഘം എത്തിയത്? ആര്യ, കഴിഞ്ഞ ഡിസംബറിനായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയായ ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാരിൽ നിന്നും 90 ലക്ഷം രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ അന്ന് 2 പേർക്കെതിരെയായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഹിൽ പാലസ് പോലീസായിരുന്നു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പക്ഷേ ഈ 2 പേരിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചപ്പോഴാണ് ഒരാൾ കൂടി ഈ സംഘത്തിലുണ്ട് എന്ന് പോലീസിന് മനസ്സിലാകുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഏകദേശം 2 ദിവസത്തെ പരിശ്രമത്തിനൊടുവിലാണ് ഇപ്പോൾ 3 പേർ പിടിയിലായിരിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ സ്വദേശികളായ മുഹമ്മദ് ഷർജിൽ, മുഹമ്മദ് ഷാ, അതുപോലെ തന്നെ മിർഷാദ് തുടങ്ങിയവരാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ കണ്ണൂർ സ്വദേശികളാണ് മുഹമ്മദ് ഷാ, മിർഷാദ് തുടങ്ങിയവർ. അതുപോലെ തന്നെ മുഹമ്മദ് ഷർജിൽ കോഴിക്കോട് സ്വദേശിയാണ്. അതായത് 850% ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു ജഡ്ജിയെ ഇവർ തട്ടിപ്പിന് ഇരയാക്കിയത്. ജഡ്ജി പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ജഡ്ജിയുടെ പരാതി അനുസരിച്ച്, തൻ്റെ അനുമതിയില്ലാതെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തിരുന്നു. തുടർന്ന് ഈ ലാഭവിഹിതം ലഭിക്കുമെന്ന തരത്തിൽ നിരവധി മെസ്സേജുകൾ ആ ഗ്രൂപ്പിൽ വരാൻ തുടങ്ങി. അതിനുശേഷം ഈ പണം അയച്ചു നൽകാനായിട്ട് ഒരു ലിങ്ക് തന്നിരുന്നു. ഈ ലിങ്ക് വഴി പല തവണകളായി 90 ലക്ഷം രൂപ ഇവർ തട്ടിയെടുത്തു എന്നാണ് പരാതി. ഈ പോലീസ് പറയുന്നതനുസരിച്ച് ചൈന, കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങളിലെ മാഫിയയ്ക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്ന തരത്തിലുള്ള സംശയമുണ്ട്, സൂചനയുണ്ട്. നിരവധി കുട്ടികളടക്കം ഇവരുടെ തട്ടിപ്പിനിരയായി എന്നും പോലീസ് പറയുന്നു. ഏതായാലും അവരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ പിടിയിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആര്യ.